മരണത്തിന് കീഴടങ്ങുന്നതിന് മുമ്പ് കോടികൾ വിദ്യാർത്ഥികൾക്ക് സംഭാവന ചെയ്ത ഒരു നടിയുണ്ട് നമുക്ക്. ബാല്യത്തിൽ കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കാനായിട്ട് 14-ാം വയസ്സിൽ സിനിമയിലേക്ക് കയറി. പ്രണയിച്ച കാമുകനെ വിവാഹം കഴിക്കാൻ പോലും സാധിച്ചില്ലെന്നേ. പിന്നീടുണ്ടായ കല്യാണം അതും വലിയൊരു ട്രാജഡിയായി മാറിയെന്നേ. വിധി അവർക്ക് കഷ്ടപ്പാടുകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. അവസാനം ക്യാൻസർ എന്ന മഹാരോഗത്തിലൂടെ തന്റെ കഷ്ടപ്പാടുകൾ അറിഞ്ഞുകൊണ്ടാവും തന്റെ സ്വത്തിന്റെ ഭൂരിഭാഗവും സംഗീത നൃത്തത്തിൽ താല്പര്യമുള്ള കുട്ടികളുടെ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് എഴുതി വെച്ചത്. അത് നോക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഗണേഷ് സാറിനെയും ഏൽപ്പിച്ചത്. 5 ഭാഷകളിലായിട്ട് 800-ന് മുകളിൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓഫ്, ഭയങ്കര അത്ഭുതം അല്ലേ. നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടൊരു നടിയാണ് ശ്രീവിദ്യ മാം. അവരുടെ ഈ ഒരു പേര് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ അവരുടെ ക്യാരക്ടറുകൾ ഇപ്പോൾ മാറി മറിയുന്നുണ്ടാവില്ല. ഒരുപാട് സിനിമയിൽ മലയാളത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ. നല്ല നല്ല ഓർമ്മകളിലൂടെ നല്ല ക്യാരക്ടറിലൂടെ മലയാളികൾക്ക് എപ്പോഴും സുപരിചിതയായ ഒരു നടിയാണ് ശ്രീവിദ്യ മാം. മാമിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് അല്പനേരമെങ്കിലും നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ? ശരിയല്ലേ?